കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിങ്ങളോട് പറയാത്ത ഒരു രഹസ്യം എനിക്കില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്തുണ്ടെങ്കിലും ഞാനത് നിങ്ങളോടാ പറയുന്നേ. പക്ഷേ ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്താ ശ്രീ, കാര്യം പറ. എടാ, പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നവുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ചല്ലേ ചെയ്യുന്നത്. ഈ പ്രശ്നത്തിനും പരിഹാരം നമുക്ക് കൂട്ടമായിട്ട് ആലോചിച്ച് തന്നെ ഉണ്ടാക്കാം. നീ പറ, ഞങ്ങൾ എന്ത് സഹായം ചെയ്യേണ്ടത്? ഇതിലങ്ങനെ ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ മായയുടെ പേഴ്സണൽ ലൈഫിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളൊരു ഡോക്ടറെ കാണാനാണ് പോയേ. കഴിഞ്ഞ കുറച്ച് നാളായി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മായയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മായേച്ചി പ്രഗ്നന്റ് ആണോ? ആണെങ്കിൽ എത്ര നന്നായിരുന്നു, അത് എത്ര സന്തോഷമായിരുന്നു. ഇത് പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല. ഡോക്ടർ പറയുന്നത് ഉടനെ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന്. കുറ്റം ഞങ്ങളുടേത് തന്നെയാ. കല്യാണം കഴിഞ്ഞ ശേഷം 1 വർഷം ആകുന്നതിന് മുമ്പേ ദൈവം ഞങ്ങൾക്കൊരു സമ്മാനം തന്നതാ. അന്ന് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. നിങ്ങളോട് ആരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ല. എനിക്കും മായയ്ക്കും മാത്രമേ ഈ കാര്യം അറിയൂ. കല്യാണം കഴിഞ്ഞ് ഉടനെ പ്രസവിക്കാൻ അവൾക്ക് മടിയായിരുന്നു. അതുമാത്രമല്ല, പ്രസവിച്ച സൗന്ദര്യം പോകുമെന്ന് ആരൊക്കെയോ കൂട്ടുകാർ അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അതും കൂടിയായപ്പോ ആ കുഞ്ഞിനെ ഞങ്ങളങ്ങ് വേണ്ടെന്ന് വെച്ചു. അബോർഷൻ നടത്തി. അന്നത് വേണ്ടെന്ന് വെക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ ഇന്നൊരു കുഞ്ഞ് വേണമെന്ന് വിചാരിച്ചപ്പോ ഈശ്വരൻ തരുന്നില്ല. ഞങ്ങളോടുള്ള പിണക്കം കൊണ്ടായിരിക്കും മുഖം തിരിച്ച് നിൽക്കുമോ ഈശ്വരൻ. ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങണമെന്ന് പറയുന്നു. മായാകെ ടെൻഷനില്ല. എനിക്കാണെങ്കിൽ അവളോട് എന്ത് പറയണമെന്നും അറിയില്ല. ഈശ്വരൻ സന്തോഷത്തോടെ തന്നപ്പോ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ കൈനീട്ടി യാചിച്ചപ്പോ കിട്ടുന്നുമില്ല. അതാ വിധി. എല്ലാം ഞങ്ങൾ ഇല്ലാതാക്കിയ കുഞ്ഞിന്റെ ശാപമായിരിക്കും. അമ്മേ, എന്തൊക്കെയാടാ നിങ്ങളീ പറയുന്നേ? ദൈവം തന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്നോ? എന്നിട്ട് ഇന്ന് വരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോടാ നീയും അവളും? എന്തൊരു ദ്രോഹമാടാ നിങ്ങൾ ചെയ്തത്. അമ്മേ ക്ഷമിക്കമ്മേ. അന്ന് ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. അറിവില്ലായ്മയോ? ഇതിന് അഹങ്കാരം എന്നാ പറയുന്നേ. ഈ വീട്ടില് എന്നോ ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞിനെ നിങ്ങൾ ചേർന്ന് ഇല്ലാതാക്കിയത്. മഹാപാപികള്. ഇത് അവളോടൊന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. എന്തിനാ ഈ ദുഷ്ടതരം കാണിച്ചെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. അമ്മ 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 നിന്നെ ഞാൻ പറയട്ടെ. അമ്മ അമ്മേ അമ്മ ഞാൻ പറഞ്ഞോട്ടെ. അമ്മ ഒന്ന് നിക്ക. അമ്മ ഒന്ന് നിക്കമ്മേ. അമ്മ ഇതിപ്പോ എങ്ങോട്ട് പോവാ? മായെ കാണാൻ. എന്തിന്? അവളോടത് ചോദിക്കണ്ടേ? അമ്മേ, അമ്മയ്ക്ക് എന്നേക്കാൾ പ്രായവും അറിവും ബുദ്ധിയും വിവരവും ഒക്കെ ഇല്ലേ? ഈ സാഹചര്യത്തിൽ മായോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശരിയാണോ? പിന്നെ എപ്പോഴാ ചോദിക്കേണ്ടത്? അറിഞ്ഞപ്പെടില്ലേ ചോദിക്കേണ്ടത്? വേണ്ടമ്മേ, അമ്മ ഇപ്പൊ എങ്ങോട്ടും പോണ്ട. മായോട്
ഒരു കാര്യവും ചോദിക്കാൻ വേണ്ട. ആഹാ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. ദിസ് ഈസ് ടു മച്ച്. അമ്മേ, മായ ചെയ്തത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാ. പക്ഷേ മായയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അമ്മേ, കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള ടാബ്ലറ്റ് കഴിക്കുന്നതും ചിലപ്പോൾ അബോർഷൻ ചെയ്യുന്നതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണയാ. അത് ഒരു ഭാര്യയും ഭർത്താവും കൂടി എടുത്ത തീരുമാനമല്ലേ? എന്തിനു വേണ്ടി അവളത് ചെയ്തത്? ആ കുഞ്ഞ് ജനിക്കേണ്ടത് ഈ വീട്ടിലല്ലായിരുന്നോ? അത് വേണ്ടെന്ന് അവരെന്തിനാ തീരുമാനിച്ചത്? അവർക്ക് വളർത്താൻ വയ്യായിരുന്നെങ്കിൽ ഞാനതിനെ വളർത്തില്ലായിരുന്നോ? അമ്മേ, എല്ലാവരുടെയും ചിന്തയും രീതികളും എല്ലാം ഒരുപോലെ അല്ല. വിവാഹം കഴിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞ് വേണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് അവര് തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കും അവരെ വേണ്ടെന്ന് വെച്ചത്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്കവരെ നിയന്ത്രിക്കാനോ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ ഒരവകാശമില്ല. ആര് പറഞ്ഞു ഒരവകാശവും ഇല്ലെന്ന്? മഹാപാപല്ലേ അവള് ചെയ്തത്? അപ്പൊ പിന്നെ അവളോടത് ചോദിക്കണ്ടേ? അമ്മ, ചോദിക്കാം. പക്ഷെ അതിപ്പോഴല്ല, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ. ഇപ്പോ മായ ആകെ തകർന്നിരിക്കുക. ഈ അവസ്ഥയിൽ അമ്മയും കൂടി പോയി മായയെ വിഷമിപ്പിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ചിലപ്പോ വല്ല ഡിപ്രഷനും വന്ന് ആത്മഹത്യ വരെ ചെയ്തോന്നിരിക്കും. അമ്മേ, അതാ അമ്മ ഞാൻ പറഞ്ഞത്. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പ്രയാസമാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ആകെ തകർന്നിരിക്കുക മായ. അതിനിടയിൽ അമ്മ ഇത് പോയി ചോദിക്കൊന്നും വേണ്ട. ഇതമ്മ മറന്നേക്ക്. ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടില് അമ്മ മായോട് പെരുമാറണം. ദേ, അവർക്കൊരു തെറ്റ് പറ്റിയത് ഊതി വീർപ്പിച്ച് അവരെ ദ്രോഹിക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കുകയല്ലേ അമ്മ വേണ്ടത്? എന്നാലും ഈ മുറ്റത്ത് ഓടിക്കളിക്കേണ്ട കുഞ്ഞിനെ അല്ലേടി അവര്. ഇനി അവർക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അമ്മേ, ദൈവം വലിയവനാ. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന പോലെ മായയും ദൈവം അനുഗ്രഹിക്കും. അവൾക്കും കുഞ്ഞുങ്ങൾ ജനിക്കും. ആർക്കറിയാം? മൈ ലിറ്റിൽ കണ്ണാ, നിന്റെ മുമ്പിൽ ഇതൊക്കെ നടന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ലേ? അതോ നീയും അവരുടെ കൂടെ കൂടി എല്ലാം മറച്ചു വെച്ചതാണോ? ഞാൻ ഇനി ആരോടും ചോദിക്കാനുമില്ല, പറയാനുമില്ല. അവരായി അവരുടെ പാടായി. എല്ലാവരുടെ ഇഷ്ടങ്ങളിൽ നടക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാനാ? അമ്മേ, അമ്മ സമാധാനായിട്ടിരിക്കുക. ഇങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. ഇനി എന്ത് ശരിയാവാൻ? എല്ലാം പോയില്ലേ? നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ലടി ദൈവം അനുഗ്രഹിക്കുമ്പോഴാ കുട്ടികൾ ജനിക്കുന്നത്. അതിനെ അവരില്ലാതാക്കിയത്. എന്റെ ഗുരുവായൂരപ്പ, നീ അവരോട് പൊറുക്കണേ. മൈ ലിറ്റിൽ കണ്ണാ, നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നിന്റെ മുമ്പിൽ ഓടിക്കളിക്കേണ്ടിയിരുന്ന കുഞ്ഞല്ലേ? എന്തൊരു ദുഷ്ടത്തി അവള്! അവളതിനെ കൊന്നുകളഞ്ഞില്ലേ? അവള് മാത്രമല്ല, ശ്രീറാമും അതിന് ഉത്തരവാദിയാ. നിനക്ക് അവരെ തടഞ്ഞൂടായിരുന്നോ? അതോ അതിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലെന്ന് നീ അങ്ങ് വിചാരിച്ചോ? എന്താ കണ്ണാ, ഡെലിവറി ചെയ്ത ബ്യൂട്ടി കുറയുമെന്ന് ആരാ അവളോട് പറഞ്ഞത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴല്ലേ അമ്മയുടെ ബ്യൂട്ടി കൂടുന്നത്. ആ ബേബിയെ ലാളിക്കുമ്പോഴും ആ ബേബിക്ക് പാല് കൊടുക്കുമ്പോഴും ആ ബേബിയെ ഉമ്മ വയ്ക്കുമ്പോഴും അല്ലേ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കൂടുന്നത്. എന്താ കണ്ണാ നീ ഇതൊന്നും എന്റെ മരുമക്കളുടെ മനസ്സിൽ തോന്നിപ്പിക്കാത്തത്? ഓ, ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്ര നാളായിട്ട് പറയാ നിന്നെപ്പോലൊരു ഉണ്ണിക്കണ്ണനെ എനിക്ക് തരാൻ. എന്നിട്ട് നീ ഇതുവരെ കേട്ടോ? ദേ,
ഇനിയെങ്കിലും മര്യാദയ്ക്ക് എന്റെ മരുമക്കൾക്ക് ബേബീസിനെ നൽകി അവരെ നീ അനുഗ്രഹിക്കണം. നീ എന്തിനാ പിന്നെയും കയറി വന്നത്? എനിക്കാരെയും കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ കാണണ്ടെന്ന് നീ പറഞ്ഞാ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? നിന്റെ പ്രോബ്ലം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആദ്യത്തെ കുട്ടിയെ വേണ്ടെന്ന് വെക്കുന്നതോ ഒരു അബോർഷൻ നടത്തുന്നതോ പിന്നെ കുട്ടികൾ ഉണ്ടാവാത്തതോ അമ്മയാവാത്തതോ ഒന്നും ഇന്നത്തെ കാലത്ത് പുതിയ കാര്യങ്ങളൊന്നും അല്ല. അതിന് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ട്രീറ്റ്മെന്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞുള്ളൂ. അല്ലാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ എല്ലാം എഴുന്നള്ളിച്ചല്ലേ? എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ചതിച്ചല്ലേ? മായേ, ശ്രീരാമനെ കുറ്റപ്പെടുത്തണ്ട. ഇത്രയ്ക്ക് വലിയ സങ്കടം താങ്ങാനുള്ള ശേഷിയൊന്നും ശ്രീരാമനില്ല. അതുമാത്രമല്ല, ഇതിങ്ങനെ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് നേരിടേണ്ട ഒരു പ്രശ്നം ഇത്. നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട്. തൃപ്തിയായല്ലോ? ശ്രീയേട്ടന് ഇപ്പൊ തൃപ്തിയായല്ലോ? എല്ലാവരുടെയും മുമ്പിൽ എന്നെ അപമാനിച്ചപ്പോ ശ്രീയേട്ടന് തൃപ്തിയായല്ലോ? മായേ, ഞാനങ്ങനെ മനഃപൂർവ്വം പറഞ്ഞൊന്നുമല്ല. എന്റെ വിഷമം സഹിക്കാൻ പറ്റാതായപ്പോ പറഞ്ഞു പോയതാ. അപ്പൊ എന്റെ വിഷമത്തിന് ഒരു വിലയില്ല അല്ലേ? ഇവർക്കൊക്കെ മുമ്പില് എന്നെ തോൽപ്പിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ? മായേ, നീ എന്തിനിങ്ങനെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ഇതിൽ എന്ത് തോൽവിയും ജയവും? നമ്മളെല്ലാവരും ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്നവരല്ലേ? ഇന്നത്തെ കാലത്ത് 100 കണക്കിന് പെണ്ണുങ്ങൾ അമ്മമാരാവുന്നത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് തന്നെയാണ്. അതിലൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പിന്നെ ഈ വീട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഒരു കുഞ്ഞിനെ നീ ബുദ്ധിമോശം കൊണ്ട് വേണ്ടെന്ന് വെച്ചു. അതിപ്പോ നീ മാത്രമല്ല, ഈ ലോകത്തുള്ള ഒരുപാട് പെൺകുട്ടികൾ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോകുന്നതാ. അതിനൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്തൊന്നുമില്ല. അതൊക്കെ ഏതൊരു പെണ്ണിന്റെയും സ്വാതന്ത്ര്യ. ഭാര്യയ്ക്കും ഭർത്താവിനും ചേർന്ന് അവർക്ക് എപ്പോ കുഞ്ഞ് വേണം കുഞ്ഞ് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട്. എനിക്ക് ആരുടെയും സഹതാപ വാക്കുകൾ കേൾക്കണ്ട. ദയവേദി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. മായ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തു പറയാൻ? എനിക്ക് അമ്മയാവാൻ പറ്റില്ല എന്നറിഞ്ഞ് സന്തോഷിക്കാൻ വന്നതല്ലേ നീ? പുറമെ എന്നെ ആശ്വസിപ്പിക്കാൻ ഓരോന്നും പറയുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളില് സന്തോഷമല്ലേ? ഒരിക്കലും അല്ല. നീ തെറ്റിദ്ധരിക്കല്ലേ. നാളെ എനിക്കും ചിലപ്പോ ഈ അവസ്ഥയൊക്കെ വരാം. നിങ്ങളുടെയൊക്കെ മുമ്പില് കള്ളഗർഭം കെട്ടിയതിന് ദൈവം എനിക്ക് എന്ത് ശിക്ഷ വിധിച്ചിരിക്കുന്നെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? മായ, ഈ ഭൂമിയിൽ മനുഷ്യർ എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാ ജനനവും മരണവും. നമുക്ക് മുകളിൽ നിഴല് വിരിച്ചു നിൽക്കുന്ന ഈ ആകാശത്തെയും നമ്മൾ ശ്വസിക്കുന്ന വായുവിനെയും ഇതൊന്നും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല. എല്ലാം ദൈവത്തിന്റെ കൈകളിലാ. ദൈവത്തിന്റെ തീരുമാനങ്ങൾ അതൊക്കെ. അല്ലെങ്കിൽ അതിനെയൊക്കെയാ നമ്മളെ ദൈവം എന്ന് പറയുന്നത് തന്നെ. മായ,
അതൊക്കെ നമ്മളിലേക്ക് വരേണ്ടപ്പോ വരും, വരാതിരിക്കില്ല. നിനക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തരും, ഉറപ്പ്. നീ വിഷമിക്കണ്ട. ഇവിടെ ആരും ഒരു കുത്തുവാക്കും പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കുകയൊന്നുമില്ല. എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ നിൽക്കേയുള്ളൂ. ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്താൽ നിനക്കൊരു അമ്മയാവാൻ പറ്റും. എനിക്കൊന്നും കേൾക്കണ്ട. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ. പോടി, ഇറങ്ങിപ്പോ, എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. എനിക്ക് നിങ്ങളുടെ ആരുടെ സഹതാപം വേണ്ട. ഇനി ഈ മുറിക്കകത്ത് കയറി വന്ന ഞാൻ ഇതിനകത്ത് കെട്ടി തൂങ്ങിച്ചാവും. ഇറങ്ങിപ്പോ. ജ്യോതി, ഇപ്പൊ പൊയ്ക്കോ. ഇവളോട് ഞാൻ സംസാരിച്ചോളാം. കണ്ടല്ലോ മായയുടെ പ്രകൃതം. കണ്ടതൊക്കെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. അവളോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ പറയാനോ നിങ്ങൾ നിൽക്കണ്ട. കുറ്റബോധം കൊണ്ടും അപമാനം കൊണ്ടും അവളുടെ മനസ്സ് മുറിഞ്ഞിരിക്കുക. എന്നോട് തന്നെ അവൾ പെരുമാറിയത് കണ്ടോ? ഇനി ആരും മുറിയിലേക്ക് തൽക്കാലം വരണ്ട. ഇതിനെക്കുറിച്ച് ആരും അവളോടൊന്നും സംസാരിക്കുകയും വേണ്ട, കേട്ടല്ലോ? വാ. You cheat. ചതിയ. എന്റെ ഒപ്പം നിന്നിട്ട് എന്നെ ചതിച്ചല്ലേ? അപ്പൊ നമ്മള് സംശയിച്ചൊക്കെ ശരിയായിരുന്നു അല്ലേ? അതൊക്കെ ശരി തന്നെ. പക്ഷെ അതിനിടയിൽ ഇത്രയും വലിയ പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ല, താരേച്ചിക്ക് കാര്യം നേരത്തെ അറിയായിരുന്നോ? എവിടുന്ന്? എന്നോട് വായിച്ച ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ടായതോ അബോർഷൻ ആയതോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ദിവസം പനിയാന്ന് പറഞ്ഞ് പകൽ ആശുപത്രി പോയി അഡ്മിറ്റ് ആയിട്ട് അവര് വൈകിട്ടാ വന്നെ. അതെനിക്കറിയാം. എന്തൊരു മണ്ടത്തരമായേച്ചി ചെയ്തത്. ഈ അമരാവതി പിറക്കുന്ന ആദ്യത്തെ കുഞ്ഞിന്റെ അമ്മയാവാനുള്ള അവസരമല്ലേ മായിച്ചു കളഞ്ഞത്? അന്ന് അത്രയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പ്രസവിച്ച സൗന്ദര്യം പോകുന്നുള്ള മണ്ടത്തരായിരിക്കും മായച്ചി പറഞ്ഞു പഠിപ്പിച്ചത്. ആർക്കറിയാം. എന്തായാലും അതിവിദഗ്ധമായിട്ടാ മായിച്ചി നമ്മളിൽ നിന്ന് ഈ കാര്യമൊക്കെ മറച്ചു വെച്ചത്. അതിനെന്താ, ഇപ്പൊ എല്ലാം പൊളിഞ്ഞു പോയില്ലേ? അമ്മ എന്താ രണ്ടുപേരും കൂടി കുശുകുശാ പറയുന്നത്? ഞങ്ങൾ ഒരു കുശുകുശയും പറഞ്ഞല്ലമ്മേ. മായിച്ചി ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞതാ. അത് നന്നായി. അവളെ പോലെ നിങ്ങൾ നാളെ ഇതൊക്കെ ചെയ്യൂ. ഇല്ല, ഒരിക്കലല്ലമ്മേ. അമ്മ ഞങ്ങളെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാൻ കരുതിയതുപോലൊന്നും അല്ലല്ലോ ഈ വീട്ടിൽ ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നത്. ഒരുത്തിയാണെങ്കിൽ കള്ളഗർഭം കെട്ടി ഈ വീട്ടിലെ എല്ലാവരെയും പറ്റിച്ചു. അവൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണെന്ന് കരുതി ഞാൻ ഒരുപാടങ്ങ് സന്തോഷിച്ചു. എന്നിട്ടിപ്പോ എന്തായി? അവസാനം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആയില്ലേ? ഇപ്പതേ വേറൊരുത്തി. ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാനുള്ളതിനെ ഇല്ലാതാക്കിയിട്ട് എത്ര നാളാ അവള് മറച്ചു വെച്ചത്? സൗന്ദര്യം പോകാതിരിക്കാൻ അബോർഷൻ ചെയ്തു പോലും. എന്തൊക്കെയാ ഇവളുമാരി ചെയ്തു കൂട്ടുന്നത്? ഇനി നീയൊക്കെ എന്താടി ചെയ്യാൻ പോകുന്നത്? അയ്യോ അമ്മ, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലമ്മ. എടി, നമ്മൾ വിചാരിക്കുമ്പോ കിട്ടുന്നതല്ല കുഞ്ഞുങ്ങള്. അതിനൊക്കെ ഈശ്വരന്റെ ഒരു നിയോഗമുണ്ട്. ആ നിയോഗമുള്ള സമയത്ത് കുഞ്ഞു ജനിക്കും. പക്ഷേ അതിനെ വേണ്ടാന്ന് വെച്ച് ഇല്ലാതാക്കുന്നതേ ദൈവം പൊറുക്കാത്ത പണിയാ. അതാ അവള് ചെയ്തത്. അമ്മ അതങ്ങ് ക്ഷമിക്കമ്മേ. അന്നത്തെ ഒരു മണ്ടത്തരത്തിന് മായിച്ച് അങ്ങനെ ചെയ്തു. അതെ, അന്നത്തെ മണ്ടത്തരത്തിന് അവൾ അങ്ങനെ ചെയ്തു. എന്നിട്ട് ഇപ്പോഴോ ഒന്നിനു വേണ്ടി കരയുകയല്ലേ? ഞാൻ കിട്ടൂ. ദൈവം കനിയണ്ടേ? ദേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അതിന് മറുപടി പറയാതെ ഭൂമിയിൽ നിന്ന് പോവാൻ ഒക്കത്തില്ല. അനുഭവിച്ച് തന്നെ തീരണം. അറിഞ്ഞിട്ടായാലും അറിയാതെ ആയാലും അവൾ അന്ന് ചെയ്തതിന്റെയാ ഇപ്പൊ കിടന്ന് അനുഭവിക്കുന്നത്. ഇനിയൊരു കുഞ്ഞുണ്ടാവാൻ
എത്ര ട്രീറ്റ്മെന്റ് നടത്തിയാ മതിയാവും? അഥവാ ട്രീറ്റ്മെന്റ് നടത്തിയാൽ തന്നെ കുഞ്ഞുണ്ടാവുമെന്ന് ഉറപ്പുണ്ടോ? മൈ ലിറ്റിൽ കണ്ണ, ഞാൻ ഇനി എന്തൊക്കെ അനുഭവിക്കണം? ആ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നതിന് എത്ര വയസ്സ് കണ്ടേനെ? ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ്, അത് കാണാനുള്ള ഭാഗ്യം അവൾ എനിക്ക് തന്നില്ലല്ലോ കണ്ണ. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? പോയതിനെ തിരിച്ചു പിടിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഇനി ഒരെണ്ണത്തിന് കിട്ടാൻ ദൈവത്തിന്റെ സഹായം ഇല്ലാതെ പറ്റുകയില്ല. അതെ, കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഈ കാര്യം പറഞ്ഞ് നമ്മൾ മായച്ചു കുത്തി നോക്കരുത്. ആ പാവത്തിനത് സഹിക്കത്തില്ല. എന്തായാലും ഇനി അത്ര പെട്ടെന്നൊന്നും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും എത്ര നാളെ നടക്കുന്നത്. പക്ഷേ ഇതിനകത്തുനിന്ന് നമുക്കൊരു ഗുണമുണ്ട്. എന്തു ഗുണം? മായച്ചിക്ക് ഒരു പക്ഷേ ഉടനെയൊന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞിന്റെ അമ്മയാവാനുള്ള ഭാഗ്യം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. ഓ, എനിക്ക് അങ്ങനത്തെ ഭാഗ്യത്തിലൊന്നും വിശ്വാസമില്ല.